ഫെഡറൽ സംവിധാനത്തെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ സഹായങ്ങൾ വി.ഡി. സതീശൻ സർക്കാർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ മേൽ കൂടുതൽ വിമർശനങ്ങളോ കാര്യങ്ങളോ ഒന്നും നടത്താതെയുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗം ഇങ്ങനെ പോയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോഴും നമുക്ക് മുമ്പിൽ ധവളപത്രം ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ നിലവിലുള്ള സാമ്പത്തിക അവസ്ഥ എന്താണ് എന്ന് കൃത്യമായിട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ധവളപത്രം ഇറക്കുന്നത് എന്ന് പറയുന്നു. ഇവിടെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെയാണ് സർക്കാർ നീങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും വി.ഡി. സതീശൻ സർക്കാർ ഒരു വലിയ വിജയമായിട്ട് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ അതിനൊക്കെ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആദ്യ ഒരു സർക്കാരിൻ്റെ ഈ ഒരു നയപ്രഖ്യാപനത്തെ നമ്മൾ നോക്കിക്കാണുന്ന സമയത്ത് നമുക്ക് കൈയടിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ കുറച്ച് മുൻപോട്ട് ചെല്ലും തോറും എങ്ങനെ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളിടത്ത് ഒരു വലിയ ചോദ്യചിഹ്നം നമുക്ക് ഇടേണ്ടി വരും. നമസ്കാരം. പുതിയ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം കഴിഞ്ഞിരിക്കുകയാണ്. തുടക്കത്തിലെ വന്ദേമാതരമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു പ്രശ്നം മാറ്റി നിർത്തിയ വലിയ ബഹളങ്ങളൊന്നും ഇതുവരെ ഇല്ലാതാണ് അവസാനിച്ചിരിക്കുന്നത്. UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടികളെല്ലാം മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ കുറച്ച് നല്ല പ്രഖ്യാപനങ്ങൾ, കയ്യടി നേടുന്ന കുറച്ച് പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നുണ്ട്. പെൺകുട്ടികൾക്ക് 3 ദിവസം ആർത്തവാവധി, പിന്നെ വിൻഡ് എനർജി കേരളത്തിൽ വരും. അതുപോലെ ടൂറിസം വകുപ്പായിട്ട് ബന്ധപ്പെട്ടും തുറമുഖ വകുപ്പായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു നവകേരളം സൃഷ്ടിക്കുക എന്ന് തന്നെയാണല്ലോ ഈ വി.ഡി. സതീശൻ സർക്കാരിന്റെ ടാഗ് ലൈൻ തന്നെ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ നയപ്രഖ്യാപനം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണോ? അതായത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നയപ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗമാണ്. കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. റോഡ് നവീകരണം നടപ്പാക്കും, പൊതുഗതാഗതം ആധുനികമാക്കും, ഭൂമി പ്രശ്നം പരിഹരിക്കാൻ കമ്മീഷനെ നിയമിക്കും, റവന്യൂ വകുപ്പ് പൂർണ്ണമായും ഡിജിറ്റലാക്കും. റവന്യൂ വകുപ്പൊക്കെ ഇപ്പോൾ ഓൾറെഡി തന്നെ എല്ലാം ഡിജിറ്റലാണ്. പട്ടയ വിതരണം കാര്യക്ഷമമാക്കും, ഭൂനിയമങ്ങൾ പരിഷ്കരിക്കും. ഈ ഭൂനിയമങ്ങൾ പരിഷ്കരിക്കുമെന്ന് പറയുമ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ ഏക്കർ സ്ഥലം നമ്മൾ പാട്ടത്തിന് കൊടുത്തിരിക്കുന്ന ഭൂമിയുണ്ട്. ഈ ഭൂമിയൊക്കെ വലിയ വമ്പൻ കോർപ്പറേറ്റ് കമ്പനികളുടെ കൈവശമാണുള്ളത്. അതായത് ടാറ്റ മാതിരിയുള്ള വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ കൈവശമുണ്ട്. ഒരുപാട് തേയിലത്തോട്ടങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ലീസിന് കൊടുത്തിരിക്കുന്ന സ്ഥലമാണത്. അതൊക്കെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള നിയമപരിഷ്കരണം ഉണ്ടാകുമോ എന്നുള്ളത് ഏറെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. ഉത്തരവാദ ടൂറിസം വ്യാപിപ്പിക്കും. തദ്ദേശ തലത്തിൽ വയോമിത്രം പദ്ധതി, ഡിമെൻഷ്യ ഡേ കെയർ സ്ഥാപിക്കും. അതെനിക്ക് തോന്നുന്നു ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണത്. വിദ്യാർത്ഥിനികൾക്ക് ആർത്തവാവധി 3 ദിവസം വരെ അവധി നൽകും. എല്ലാവർക്കും ഗുണനിലവാരമുള്ള കുടിവെള്ളം ഉറപ്പാക്കും. IT മിഷനെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മിഷനാക്കും. ടൂറിസം മേഖലയിൽ നിക്ഷേപം വ്യാപിപ്പിക്കും. കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമായി പ്രതിമാസം 1000 രൂപ വീതം നൽകും. വഖഫ് ബോർഡ് നവീകരിക്കും. ഉൾനാടൻ മത്സ്യബന്ധനം പ്രോത്സാഹിപ്പിക്കും. ആരോഗ്യ മേഖലയെ പിടിച്ചു നിർത്തും. ആധുനിക സംവിധാനം ഉറപ്പിക്കും. ചെലവ് കുറഞ്ഞ ചികിത്സ ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. സഹകരണ മേഖലയിൽ തട്ടിപ്പുകളെ കർശനമായി നേരിടും. യുവാക്കൾക്കായി നൈപുണ്യ വികസനം, ജീവിത ചെലവ് നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കും. കേരള ചരിത്രത്തിനായി ഡിജിറ്റൽ ആർക്കൈവ് സ്ഥാപിക്കും. കൃഷി ലാഭകരമായി തൊഴിലാക്കി മാറ്റാൻ നെല്ല്, നാളികേരം, റബ്ബർ എന്നിവയ്ക്ക് ന്യായമില്ല. മികച്ച സംഭരണ സംവിധാനങ്ങൾ ഉറപ്പാക്കും. വനിതാ കർഷകരെ ശാക്തീകരിക്കാൻ വുമൺ ഫാർമേഴ്സ് കൺസോർഷ്യം രൂപീകരിക്കും. യുവ സംരംഭകർക്കായി 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ. മലബാർ ടെമ്പിൾ പിൽഗ്രിം പ്രൊജക്ട് നടപ്പാക്കും. കേരള ക്ഷേത്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. അന്താരാഷ്ട്ര ചലച്ചിത്രമേള കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. സീറോ ടോളറൻസ് ടു ഡ്രഗ്സ്. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കരണം. എല്ലാ ജില്ലകളിലും +1 സീറ്റുകൾ വർദ്ധിപ്പിക്കും. സർവകലാശാലകളിൽ അക്കാദമിക് സിൻഡിക്കേറ്റിന് രൂപ നൽകും. എല്ലാ പൗരന്മാർക്കും ഭക്ഷ്യസുരക്ഷ. പൊതുവിതരണ ശൃംഖല ശക്തമാക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാനും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാനും കർശന നടപടി. സപ്ലൈ സൂപ്പർ മാർക്കറ്റുകൾ നവീകരിക്കും. മാവേലി സ്റ്റോറുകളുടെയും റേഷൻ കടകളുടെയും എണ്ണം വർദ്ധിപ്പിക്കും. തീരദേശ മേഖലയുടെ സമഗ്ര വികസനത്തിനായി മിഷൻ സമുദ്ര പദ്ധതി. കടലിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നവർക്ക് പ്രത്യേക സഹായങ്ങൾ പദ്ധതികൾ ഉറപ്പാക്കും. വളരെ വിശാലമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ വിശദമായിട്ട് തന്നെയുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർ നിയമസഭയിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ബഡ്ജറ്റിലാണ് വരുമാന സ്രോതസ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയേണ്ടത് എന്നുണ്ടെങ്കിൽ തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചെറിയ സൂചനകൾ നൽകാമായിരുന്നു.
കാരണം ഏത് തരത്തിലാണ്, കാരണം ഇത്രയും പദ്ധതികൾ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രീമിയം അടയ്ക്കാൻ തന്നെ വലിയൊരു തുക ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ KSRTCയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര, ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പണം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഈ പലിശരഹിത വായ്പ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബാങ്കുകൾ ഒരിക്കലും പലിശരഹിതമായിട്ട് ലോൺ നൽകാൻ വേണ്ടി ബാങ്കുകൾക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഈ ബാങ്കിന് ആവശ്യമായിട്ടുള്ള പലിശ അത് സർക്കാർ ഗ്രാൻഡായിട്ട് നൽകേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്ന തുക, അതോടൊപ്പം തന്നെ ഇത് അൺസെക്യൂർഡ് ലോണായിട്ടാണ് നൽകേണ്ടി വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഷ്വറൻസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെ നൽകും? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് പണം ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം VD സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്ന പോലെ ഞങ്ങൾ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഞങ്ങൾ പണം കൊണ്ടുവന്ന് ഖജനാവ് നിറയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു. അതേ രീതിയിൽ ഖജനാവ് നിറയ്ക്കാത്ത പക്ഷം ഈ പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് VD സതീശൻ സർക്കാരിന് സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ വേണ്ടി സാധിക്കുക എന്താണെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിനെ ഒന്നും യാതൊരു തരത്തിലുള്ള വിമർശനവും നടത്തിയിട്ടില്ല. വന്ദേ മാതരം ആദ്യമായിട്ട് കേരള നിയമസഭയിൽ ആലപിച്ചിട്ടുണ്ട്. ഫെഡറൽ സംവിധാനത്തെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ സഹായങ്ങൾ VD സതീശൻ സർക്കാർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ മേൽ കൂടുതൽ വിമർശനങ്ങളോ കാര്യങ്ങളോ ഒന്നും നടത്താതെയുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗം ഇങ്ങനെ പോയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ വയോജന വകുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആർത്തവാവധി വിദ്യാർത്ഥിനികൾക്ക് ഒരുപാട് സാമൂഹ്യ ക്ഷേമകരമായിട്ട് ഒരുപാട് പദ്ധതികളും കാര്യങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണിത്. എങ്കിൽ തന്നെയും ഇവിടെ ഇപ്പോഴും നമുക്ക് മുമ്പിൽ ധവളപത്രം ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ നിലവിലുള്ള സാമ്പത്തിക അവസ്ഥ എന്താണ് എന്ന് കൃത്യമായിട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ധവളപത്രം ഇറക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ആകെ മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാരിന് മുമ്പിൽ കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകർ അല്ലെങ്കിൽ കേരളത്തിലെ ഒരുപാട് ആക്ടിവിസ്റ്റുകൾ, ഈ ഭൂമി ഇല്ലാതെ നിൽക്കുന്ന ദളിത് സംഘടനകൾ, ഇവരൊക്കെ സർക്കാരിന് മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. അതായത് 5 ലക്ഷത്തോളം വരുന്ന ഏക്കർ സ്ഥലം ഇവിടുത്തെ വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ കൈവശമുണ്ട്. ഹാരിസൺ പോലെയുള്ള, ടാറ്റ പോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ കൈവശം ഇരിക്കുന്നുണ്ട്. അതിൻ്റെ പാട്ട കാലാവധി അവസാനിച്ചിരിക്കുന്നതാണ്. അതല്ലെങ്കിൽ ആ പാട്ട കാലാവധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തിയിരിക്കുന്നതാണ്. ഇപ്പോൾ ഹാരിസൺ ഒക്കെ വിൽപ്പന നടത്തിയിരിക്കുന്ന ഭൂമിയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ കോടതിക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമി പിടിച്ചെടുക്കാനും ഇത് ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് നൽകാനും വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും കാര്യങ്ങളും ഒക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. അതേ രീതിയിലുള്ള ആ ഒരു ഭൂമിയൊക്കെ പിടിച്ചെടുത്ത് ഇവിടെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെയാണ് സർക്കാർ നീങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും VD സതീശൻ സർക്കാർ ഒരു വലിയ വിജയമായിട്ട് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ അതിനൊക്കെ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതുകൂടാണ്ട് തുറമുഖം നമ്മൾ പല പ്രാവശ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിലെ കടലോര മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് 600 കിലോമീറ്ററോളം വരുന്ന സീ ലോജിസ്റ്റിക്സ് പദ്ധതി, അത് VD സതീശൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രൊജക്റ്റാണത്. ഏകദേശം 17ഓളം മിനി പോർട്ടുകൾ ഉൾപ്പെടെ വിഴിഞ്ഞത്തെ കണക്ട് ചെയ്യുന്ന വലിയ പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പദ്ധതി, അത് തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടപ്പിലാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അത് പ്രധാനമായിട്ടും ഈ 17 പോർട്ടുകളുടെയും പണിയുടെ ഉത്തരവാദിത്വം പോകാൻ വേണ്ടി പോകുന്നത് അത് അദാനി ഗ്രൂപ്പിനായിരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കവും വേണ്ട. വരുമാന വർധനവിന് ഇപ്പോൾ സോളാറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതോടെ വിൻഡ് മില്ലുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ നല്ല കാര്യമാണ്. കാരണം സോളാർ പ്ലാന്റേഷൻസിനെ കുറിച്ച് ഒക്കെ സ്ഥാപിക്കുന്നതിലേക്ക് സർക്കാർ പോയി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള ഒരു വരുമാന വർധനവ് സംസ്ഥാനത്തുണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ വിൻഡ് മില്ലൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കുറേ എക്സ്പെൻസീവാണ്. പക്ഷേ എങ്കിലും അത് കേരളത്തിലുള്ള ആളുകൾക്ക് അത് കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. കാരണം ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന വിൻഡ് മില്ലിൽ തന്നെ ഒരുപാട് മലയാളികൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുവഴി അവർക്ക് വരുമാനവും ലഭിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഈ സോളാറും നല്ലൊരു പദ്ധതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സോളാറിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ടൂറിസം മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ ടൂറിസം മേഖലയിൽ നിന്നും സർക്കാരിന് ഒരുപാട് വരുമാന സ്രോതസ്സുകളുണ്ട്. ഇപ്പം ഈ സ്പിരിച്വൽ ടൂറിസത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റും എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള പ്രസ്താവനകൾ. ഞാൻ പറഞ്ഞ ആദ്യ ഒരു സർക്കാരിൻ്റെ ഈ ഒരു നയപ്രഖ്യാപനത്തെ നമ്മൾ നോക്കിക്കാണുന്ന സമയത്ത് നമുക്ക് കൈയടിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ കുറച്ച് മുൻപോട്ട് ചെല്ലും തോറും
എങ്ങനെ ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യും എന്നുള്ളിടത്ത് ഒരു വലിയ ചോദ്യചിഹ്നം നമുക്ക് ഇടേണ്ടി വരും. അത് അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടാൽ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കയ്യടി നേടാൻ വേണ്ടി മാത്രമല്ല, ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിരിക്കും. വി ഡി സതീശൻ മുൻപോട്ട് വയ്ക്കുന്ന ഒരു വലിയ വിഷൻ, കാരണം ഈ കേരളത്തിലെ പൊതുസമൂഹം വി ഡി സതീശന് മേൽ അർപ്പിച്ചിരിക്കുന്ന ആ വലിയൊരു പ്രതീക്ഷ അത് സാധ്യമാകും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോഴും ഈ നയപ്രഖ്യാപനത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ സാമ്പത്തികമായിട്ടുള്ള വരുമാന സ്രോതസ് എങ്ങനെ വർദ്ധിപ്പിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നയരൂപീകരണം ഇനിയും ആയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ പറഞ്ഞിരിക്കുന്ന പദ്ധതികളിലൂടെയൊക്കെ വരുമാന സ്രോതസ് ഉയർത്താൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു വശമായിട്ട് നമുക്ക് മുമ്പിൽ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ പഠിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്നെനിക്ക് തോന്നുന്നു.